രണ്ടാം ഭാവത്തിൽ കേതു വരുമ്പോൾ ഏതെങ്കിലും ഈ PG കോഴ്സോ അങ്ങനെയൊക്കെ ഉള്ള അവസാനം ആയിട്ട് പഠിക്കുന്ന കോഴ്സ് സ്വതവേ ഒരു ലാഗ് വരാറുണ്ട്. അത് മുഴുമിക്കാൻ പറ്റാറില്ല ആളുകൾക്ക്, അങ്ങനെ ഒരു കുഴപ്പം വരാറുണ്ട്. പക്ഷേ രണ്ടാം ഭാവത്തിൽ കേതു ആത്മീയ ഉന്നതിനെയും കാണിക്കുന്നുണ്ട്. ആത്മീയപരമായിട്ടുള്ള പഠനം, അത് ഹിന്ദുക്കളിലാണെങ്കിൽ വേദങ്ങൾ, മറ്റു മതസ്ഥർക്ക് അവരുടേതായിട്ടുള്ള ശാസ്ത്രങ്ങൾ, ബൈബിളായാലും അല്ലെങ്കിൽ ഖുറാനായാലും ഏതായാലും. അപ്പോൾ ആ ഒരു ആത്മീയപരമായിട്ടുള്ള പഠനത്തിന് രണ്ടാം ഭാവത്തിലുള്ള കേതു, കാരണം ആത്മീയം എന്ന് പറയുന്നത് നിഗൂഢ ശാസ്ത്രമാണ്. അതിന് തെളിവുകളൊന്നും പബ്ലിക്കായി കൊടുക്കാൻ കഴിയില്ലല്ലോ. അതൊക്കെ ഈ കേതുവിന് ഒരു ആത്മീയപരമായ അന്വേഷിയായിട്ടാണ് കേതു പ്രത്യക്ഷപ്പെട്ടതും ഒക്കെ. അപ്പോൾ അതിനുണ്ട് വരാറുണ്ട്. പിന്നെ മൂന്നാം ഭാവത്തിൽ സ്വതവേ കേതുവിൻ്റെ ദോഷം കുറവുള്ള ഒരു രാശി. കാരണം 3, 6, 10, 11 എന്നുള്ളത് കേന്ദ്ര ത്രികോണ ഭാവങ്ങളൊക്കെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പം അത് അനിഷ്ടഭാവങ്ങളാണ് 6, 8, 12 എന്നുള്ളത്. മറിഞ്ഞു നിൽക്കുന്ന ഭാവങ്ങൾ എന്ന് പറയുന്നതാണ് 3, 11 എന്ന് പറയാറുള്ളത്. പിന്നെ സർവാഭീഷ്ട സ്ഥാനം എന്നും 11ാം ഭാവത്തിന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന കേതുവിന് സ്വതവേ വലിയ ദോഷം കൽപ്പിക്കപ്പെടാറില്ല. എന്ന് വെച്ചാൽ 4ാം ഭാവം എന്ന് പറഞ്ഞാൽ വീട്, വാഹനം അങ്ങനെയൊക്കെ ഉള്ളതാണ്. അതിന് തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോഴും കേതുവിന് പരിഹാരമായിട്ട് നമ്മൾക്ക് മഹാദേവനെ ഭജിക്കാം. മഹാദേവൻ്റെ അവതാരങ്ങളായിട്ടുള്ള വേട്ടേക്കരൻ, അങ്ങനെ ഇപ്പോൾ മുത്തപ്പൻ, അങ്ങനെയുള്ള ഗണങ്ങളെ വിചാരിക്കുന്നതാണ് 4ാം ഭാവത്തിലുള്ളതിന് പരിഹാരമായിട്ട് സ്വതവേ കാണാറുള്ളത്. കുലദേവതകളൊക്കെ ഈ കേതുവിൽ വരാറുമുണ്ട്. വെച്ചു കൊടുക്കുന്ന മൂർത്തികൾ എന്നൊക്കെ പറയുന്ന പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഉള്ള മൂർത്തികളൊക്കെ അതിൽ വരും. കാരണം 4ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ തറവാടിൻ്റെ ഭാഗമാണ്. 4ാം ഭാവം എന്ന് പറഞ്ഞാൽ തറവാട് അങ്ങനെയൊക്കെ വെച്ചത് കുടുംബം ഒക്കെ വരുന്നതാണ്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.